ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വ്യാഴാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഇന്നിപ്പോൾ മഴയും വെയിലും ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. വെയിൽ കണ്ടിട്ട് തുണി തോരയിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നല്ല മഴയും പെയ്യും. അതുകൊണ്ട് ഞാൻ ആ സാഹസത്തിന് മുതിർന്നില്ല. മോൾക്ക് പനിയാണെങ്കിൽ മാറിയിട്ടില്ല. ഇന്നേക്കിപ്പോൾ 3 ദിവസമായി. ഡോക്ടറെ കാണിച്ചിട്ട് ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും വൈകുന്നേരം ആ മരുന്നിൻ്റെ ഒരു എഫക്റ്റ് കഴിഞ്ഞാൽ വീണ്ടും നല്ല ചൂട് വരികയാണ്. നല്ല പനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നും സ്കൂളിലേക്ക് വിട്ടിട്ടില്ല. ഒന്നാമതിപ്പോൾ പരീക്ഷയുടെയൊക്കെ ഒരു ടൈമായിട്ടുണ്ട്. ഇവർക്ക് പിന്നെ ഓണം കഴിഞ്ഞിട്ടാണ് എക്സാം. എങ്കിലും ക്ലാസ്സൊക്കെ കട്ടായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ബുദ്ധിമുട്ടല്ലേ. മറ്റുള്ള കുട്ടികൾക്ക് ഇനി അത് പകരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ വിടാത്തത്. മാത്രമല്ല അവൾക്ക് തീരെ ആരോഗ്യമൊന്നുമില്ല. പനി വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ആൾ വല്ലാതെ അങ്ങോട്ട് തളർന്നു. എന്തെങ്കിലും കഴിക്കാൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. കഴിച്ചു തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകും. ഇതിപ്പോൾ ഏട്ടൻ ഇന്നലെ മിക്സഡ് ആയിട്ടുള്ള നട്ട്സിൻ്റെ ഒരു പാക്കറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് കഴിച്ചു നോക്കിയിട്ടാണ്. അതിൻ്റെ ഓരോന്ന് കഴിച്ചു നോക്കും, അത് നിർത്തും, അത്രയേ ഉള്ളൂ. എന്നിട്ട് ബാക്കി പിന്നെ മതി പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് പോയി. അവിയൽ കഷ്ണം വാങ്ങിച്ചിട്ട് 2 ദിവസമായി. ഇന്നിപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കഷ്ണമൊക്കെ നുറുക്കി അടുപ്പത്ത് വെച്ചു. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചു. ഇന്ന് മോള് ക്ലാസ്സിൽ പോകാത്ത കാരണം എന്തെങ്കിലും ഹെൽപ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരാനൊരാളായി. അല്ലെങ്കിൽ ഞാൻ മാത്രമേ ഒറ്റയ്ക്കല്ലേ ഉണ്ടാവുകയുള്ളൂ. ഏട്ടൻ ചില ദിവസം ഭക്ഷണം കഴിക്കാൻ വരും, അത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ അവിയൽ അവൾക്ക് തീരെ ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ എന്താ ചെയ്യുക, ഈ പച്ചക്കറി കഴിക്കണം പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല രാവിലെ ഇന്ന് കഞ്ഞിയാണ് കൊടുത്തത്. അവൾക്ക് കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഛർദ്ദിക്കാൻ വരുന്ന പോലെയാണ്. ഇന്ന് പക്ഷേ ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നു കഞ്ഞി കുറച്ചൊക്കെ കുടിച്ചു. കഷ്ണം വന്നപ്പോൾ ഞാൻ അതിലേക്ക് തൈര് ഒഴിച്ചു. നാളികേരത്തിലേക്ക് ജീരകവും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് ഒന്ന് ചതച്ച് വെച്ചത്. തൈര് ഒഴിച്ചിട്ട് അത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ അരപ്പും ചേർത്തു. അതും നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി ഞാൻ വാങ്ങി വെച്ചു. അവിയലാവുമ്പോൾ നമുക്ക് ചോറിന് കൂട്ടി കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാൻ ഒരു രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഇവിടെ ഗംഭീര മഴയായി. അവിയലും രസവും നല്ല കോമ്പിനേഷനല്ലേ. നല്ല കുരുമുളക് രസമാകുമ്പോൾ തൊണ്ടയ്ക്കൊക്കെ നല്ല സുഖം ഉണ്ടാവും. മല്ലിയും ജീരകവും കുരുമുളകും ഉലുവയും കൂടി ഒന്ന് വറുത്ത് പൊടിച്ചു. അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ചതച്ചെടുത്തു. അതിൻ്റെ ഇടയിൽ ഒരു 3 തക്കാളി ഞാനൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലി ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ചൂട് കാരണം എനിക്ക് പതുക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞാനത് ഇടിക്കണ കല്ലുകൊണ്ട് തന്നെ ഒന്ന് ചതച്ചെടുത്തു. അത് തിളപ്പിച്ച വെള്ളത്തിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തു. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലോണം തിളപ്പിക്കാൻ വെച്ചു. അതിലേക്ക് പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. നമ്മുടെ ആവശ്യത്തിന് എത്ര വെച്ചാൽ കുറച്ചും കൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വറുത്തിടല്ലേ വേണ്ടു. അത്രയേ ഉള്ളൂ രസം. എൻ്റെ രസം ഇങ്ങനെയാണ് കേട്ടോ. ഞാനത്ര എക്സ്പേർട്ടൊന്നുമല്ല. ഞാൻ തട്ടിക്കൂട്ടി പരിപാടികളാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മളല്ലേ ഉണ്ടാക്കാറുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തുണ്ടാക്കിയാലും ഇവിടെയുള്ളൊരു ഒരക്ഷരം മിണ്ടാതെ കഴിച്ചോളൂ. അങ്ങനൊരു ധൈര്യമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും. ഉണ്ടാക്കിയത് അത്രയ്ക്ക് മോശമായിട്ടില്ല തോന്നുന്നു. മണം കിട്ടിയിട്ട് മോള് വന്നിട്ടുണ്ട്, രസമാണോ ഉണ്ടാക്കണേ ചോദിച്ചിട്ട്. അവൾ വന്നതുകൊണ്ട് അവൾക്ക് ഞാൻ ചെറിയൊരു പണി കൊടുത്തിട്ടുണ്ട്. രാവിലെ അവൾക്ക് ക്ലാസ്സിൽ പോകണമെന്ന് പറഞ്ഞിട്ട് വാശിയായിരുന്നു. അപ്പം ഞാൻ പോകേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് മഷ്റൂം ഉണ്ടായിരുന്നത് നേരെ ആക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോകണില്ല എന്ന് കണ്ടപ്പോൾ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും നേരെയാക്കാനുള്ള പണിയാണ് കൊടുത്തത്. അവൾ പോയിരുന്ന് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ രസത്തിലേക്ക് കുറച്ച് ശർക്കരയുടെ ചേർത്തു. അത് കഴിഞ്ഞ് വറുത്തിട്ടു. കടുകും മുളകും കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്തിടുകയും ചെയ്തു. പനിയുള്ള കുട്ടിക്ക് നോൺ വെജാണ് കഴിക്കാൻ വേണ്ടത്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ ബീഫ് ചില്ലിയാണ് വേണ്ടത്. കഴിഞ്ഞ ദിവസം സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു സ്പൈഡർമാൻ. അപ്പോൾ അന്ന് രാത്രി ഞങ്ങൾ പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചത്. ചപ്പാത്തിയും ബീഫ് ചില്ലിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ പറയണത് അത് കഴിച്ചതിൻ്റെ ആയിരിക്കും ചിലപ്പോൾ പനി വന്നത്, അത് ചിലപ്പോൾ ദഹിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെയാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നല്ല പനി വന്നത്, മഴ എങ്ങാനും കൊണ്ടിട്ടൊക്കെ ആവുമെന്ന് പറഞ്ഞിട്ട് അവൾ വാദിച്ചതാണ് ഇരുന്നിട്ട്. അതിന് പകരമാണ് മഷ്റൂം ഉണ്ടാക്കണേന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്തിയിരിക്കുകയാണ്.
അച്ഛൻ ഉണ്ടാക്കി കൊടുക്കണ പോലെ ഉണ്ടാക്കണം എന്നാണ് പറയണത്, ഫ്രൈ ചെയ്തിട്ട്. അതെനിക്കറിയില്ല പറഞ്ഞു. ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ആണ് തുടങ്ങിയത്. ഇപ്പോൾ അവൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കി തന്നു. അപ്പോൾ ഞാനതൊന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ജീരകവും, നല്ല ജീരകമാണ് കേട്ടോ, അതും ആവശ്യത്തിന് ഉപ്പും ഒരു ലേശം ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി അതും കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരച്ചത്. കഴിഞ്ഞ ദിവസം ഒരു ഹോംവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പോസ്റ്റർ മേക്കിങ്ങിൻ്റെ. അത് ചെയ്ത് വച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് പനി പിടിച്ച കാരണം സ്കൂളിലേക്ക് പോകാൻ പറ്റിയില്ല. അത് ഇന്ന് അച്ഛൻ കൊണ്ടുപോയി കൊടുത്തു. ടീച്ചറെ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ആയതുകൊണ്ട് ടീച്ചറെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒന്നും വിവരങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ, നന്നായോ ഇല്ലയോ എന്നുള്ളത്. അതറിയാത്തതുകൊണ്ടുള്ള വിഷമമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ അരച്ചത് നമ്മുടെ മഷ്റൂമിലേക്കൊക്കെ ചേർത്തു. പാനിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞങ്ങളത് വറുക്കാനായിട്ട് വെച്ചു. ഈ പാനിൽ എണ്ണയൊന്നും ഒഴിക്കണ്ടെന്നാണ് ഏട്ടൻ പറഞ്ഞത്. അങ്ങനത്തെ ടൈപ്പ് അത്രേ. അതിൽ നമ്മളിങ്ങനെ ആ ഷേപ്പൊക്കെ കിട്ടുന്ന ടൈപ്പ്, പൊള്ളിച്ചൊക്കെ എടുക്കാൻ പറ്റുന്ന ടൈപ്പ്, അങ്ങനത്തെ ഒരു പാനാണ്. ഇങ്ങനെ വന്നത് കുറച്ചും കൂടി ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് അവൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി എടുത്തു, കാരണം മരുന്ന് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ ഇന്ന് ചോറിന് അവിയലും മഷ്റൂം ഫ്രൈയും രസവും പിന്നെ രാവിലെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കഞ്ഞിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതും ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് പറഞ്ഞു തന്നാൽ അതുപോലെയൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലൊന്ന് പറയൂ കേട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.